ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിലെ 5th ചാപ്റ്റർ ഫുഡ് ഫോർ ഹെൽത്ത്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള 4ാമത്തെ പാർട്ടാണ്. 3ാമത്തെ പാർട്ടിൽ ഞാൻ വിക്ടേഴ്സ് ക്ലാസ് ആക്ടിവിറ്റീസ് ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ആ ക്ലാസ്സുകൾ കൂടി കാണുക. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ന്യൂട്രിയൻസ് ആയ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് വരെ പഠിച്ചു. അവ ഏതിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്, അവയുടെ ഫങ്ഷൻസ് എന്താണ്, അതുപോലെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റും പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത ന്യൂട്രിയൻസ് ആയ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനെ കുറിച്ചാണ്. നമ്മൾ കൂടുതലായും കേൾക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻസ് അടങ്ങിയ ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്നൊക്കെ അല്ലേ. നമ്മുടെ ഫുഡ് ഹാബിറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി റിപ്പോർട്ട് നോക്കൂ. ദ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ റെക്കമെൻഡ്സ് ദാറ്റ് ആൻ അഡൾട്ട് ഇന്ത്യൻ ഷുഡ് കൺസ്യൂം 295 gram of vegetables per day. But in India, an average of only 135 gram vegetable is included in diet generally. In Kerala, an individual consumes an average of 50 gram vegetables per day. എന്താണ് ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ പറയുന്നത്? ഒരു അഡൾട്ട് ഇന്ത്യൻ, ഒരു പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ ഷുഡ് കൺസ്യൂം 295 gram of vegetables per day. ഒരു ദിവസം 295 ഗ്രാം വെജിറ്റബിൾസ് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. എന്നാൽ ഇന്ത്യയിൽ ആവറേജ് 135 ഗ്രാം വെജിറ്റബിൾസാണ് ഒരു ദിവസം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കേരളത്തിൽ ഒരു ഇൻഡിവിജ്വൽ 50 ഗ്രാം വെജിറ്റബിൾസാണ് ആവറേജ് ഒരു ദിവസം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എത്ര ഗ്രാമാണ് നമ്മുടെ ഡയറ്റിൽ ഒരു ദിവസം ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഈ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നത്. What is the quantity of vegetables that an adult Indian should consume a day? ഇന്ത്യയിൽ പ്രായപൂർത്തിയായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 295 grams. What is the average quantity of vegetables included generally by an Indian? എന്നാൽ ഒരു ഇന്ത്യൻ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന വെജിറ്റബിൾസിൻ്റെ ആവറേജ് ക്വാണ്ടിറ്റി എത്രയാണ്? 135 gram, 135 ഗ്രാം അല്ലേ. എന്നാൽ കേരളത്തിലോ? In Kerala, an individual consumes an average of 50 gram vegetables per day. 50 ഗ്രാം വെജിറ്റബിൾസ് ആണ് ഒരു ദിവസം ഉൾപ്പെടുത്തുന്ന വെജിറ്റബിൾസിൻ്റെ അളവ്. മനസ്സിലായല്ലോ? നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തൊക്കെയാണ്? എത്ര ക്വാണ്ടിറ്റീസിലാണ് നിങ്ങളത് കഴിക്കുന്നത്? അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തൊക്കെയാണ് എന്നും അത് ഏതൊക്കെ ക്വാണ്ടിറ്റീസിലാണ് കഴിക്കുന്നത് എന്നും നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഇപ്പോൾ സ്റ്റഡി റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു ഒരു ദിവസം 295 ഗ്രാം വെജിറ്റബിൾസ് നമ്മൾ ഉൾപ്പെടുത്തണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹാവിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. എന്തിനായി വൈറ്റമിൻസും മിനറൽസും? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നെസസറി ഫോർ proper health and the smooth functioning of physiological activities. എന്താണ്? നമ്മുടെ ശരിയായ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിനും വൈറ്റമിൻസും മിനറൽസും അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിനും ശാരീരിക പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ ഈ വൈറ്റമിൻസും മിനറൽസും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമാണ്. അതുകൊണ്ടാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹാവിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? എന്ത് പറയും? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നെസസറി ഫോർ പ്രോപ്പർ ഹെൽത്ത് ആൻഡ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ന്യൂട്രിയൻസ് ആണ് ഏതൊക്കെ? വൈറ്റമിൻസും മിനറൽസും അല്ലേ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഫങ്ഷൻസ് എന്താ? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നെസസറി ഫോർ പ്രോപ്പർ ഹെൽത്ത് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. മനസ്സിലായോ? അപ്പോൾ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഇമ്പോർട്ടൻസ് പഠിച്ചു. അത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്നും പറഞ്ഞു. ഇനി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് ചോദിച്ചാൽ, വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഏതാ? മിൽക്ക്, എഗ് എക്സെട്ര. ഇതുപോലെ ധാരാളം ഫുഡ് ഐറ്റംസിൽ അടങ്ങിയിട്ടുണ്ട്.
വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. മുരിങ്ങയില, ചീര ഇവയൊക്കെ. ഇനി വൈറ്റമിൻസിലും മിനറൽസിലും നമുക്ക് ആദ്യം വൈറ്റമിൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഈ വൈറ്റമിൻസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസും. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്, അതുപോലെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാർട്ട് നോക്കൂ. അതിലൊരു ഭാഗം സൊല്യൂബിൾ ഇൻ ഫാറ്റ് ആണ് അല്ലേ, വൈറ്റമിൻസ് സൊല്യൂബിൾ ഇൻ ഫാറ്റ്. രണ്ടാമത്തേതോ സൊല്യൂബിൾ ഇൻ വാട്ടർ. സൊല്യൂബിൾ ഇൻ ഫാറ്റ് ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. എ, ഡി, ഇ, കെ ഇത്രയും ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ഈ വൈറ്റമിൻസ് ഒക്കെ ഫാറ്റിൽ അലിയുന്നവയാണ്, കൊഴുപ്പിൽ അലിയുന്നവയാണ്. സൊല്യൂബിൾ ഇൻ വാട്ടർ ബി ആൻഡ് സി. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വാട്ടറിൽ ലയിക്കുന്നവയാണ്. മനസ്സിലായോ? സൊല്യൂബിൾ ഇൻ വാട്ടർ. ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ബി ആൻഡ് സി, ബി, സി. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. ഓരോന്നും നമുക്ക് നോക്കാം. വൈറ്റമിൻ എ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ, ഹെയർ എക്സെട്ര. എന്തിനാണ്? കണ്ണുകളുടെ ആരോഗ്യത്തിന്, അതുപോലെ സ്കിൻ, ഹെയർ ഇവയുടെ ആരോഗ്യത്തിന് അല്ലേ. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കണ്ണുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. ഇനി വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ക്യാരറ്റ്, അമരാന്തസ്, മിൽക്ക് പ്രോഡക്ട്സ്, ലിവർ, പീ ലീവ്സ്, ടാരോ ലീവ്സ്, മുരിങ്ങ ലീവ്സ്. ഏതൊക്കെയാണ്? ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ. മിൽക്ക് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? പാലിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനെയാണ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് മിൽക്കിൽ നിന്നും ഉണ്ടാക്കുന്ന തൈര്, ഐസ്ക്രീം, നെയ്യ്, ബട്ടർ ഇതൊക്കെ എന്താണ്? മിൽക്ക് പ്രോഡക്ട്സ് ആണ്. പിന്നെ ലിവർ, പീ ലീവ്സ് പയറില, ടാരോ ലീവ്സ് ചേമ്പില. ചേമ്പിൻ്റെ ഇലയും വൈറ്റമിൻ എ ധാരാളം അടങ്ങിയതാണ്. അതും കറി വയ്ക്കാൻ ഉപയോഗിക്കും. മുരിങ്ങ ലീവ്സ് മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ യെല്ലോ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ റിച്ച് ആണ്. മഞ്ഞ പഴങ്ങളെല്ലാം വൈറ്റമിൻ എ റിച്ച് ആണ്. പപ്പായ, പിന്നെ ഏതാ? മാംഗോ. ഇതെല്ലാം വൈറ്റമിൻ എ റിച്ച് ആണ്. മനസ്സിലായോ? എങ്കിൽ അടുത്ത വൈറ്റമിൻ നോക്കാം. വൈറ്റമിൻ ഡി. അടുത്ത ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്തിനാ? ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ടീത്ത് ആൻഡ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും അതുപോലെ കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഇവയുടെ അബ്സോർപ്ഷനും ആഗീകരണത്തിനും എന്തത്യാവശ്യമാണ്? വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. മനസ്സിലായോ? കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് മിനറൽസ് ആണ്. ഈ മിനറൽസ് അബ്സോർബ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യണമെങ്കിലും, അതുപോലെ ബോണും ടീത്തും നല്ല ഹെൽത്തി ആയിരിക്കണമെങ്കിലും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത്? സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി ഫ്രം സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന ഒരേ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടുന്നു. ഈ ഓരോ വൈറ്റമിൻ്റെയും കുറവ് കൊണ്ടുണ്ടാകുന്ന ഡിസീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതപ്പോൾ പറയാം. ഇനി അടുത്ത വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ഫംഗ്ഷൻ എന്താ? ഹെൽത്ത് ഓഫ് നെർവ്സ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. ഹെൽത്ത് ഓഫ് നെർവ്സ് നാഡികളുടെ ആരോഗ്യത്തിനും റെഡ് ബ്ലഡ് സെൽസിൻ്റെയും ആരോഗ്യത്തിനാണ്. എന്താണ് റെഡ് ബ്ലഡ് സെൽസ്? നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന, അതായത് ബ്ലഡിന് നിറം കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ്, വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ഒരു ഫാക്ടറാണ് റെഡ് ബ്ലഡ് സെൽസ്, RBC. അതുപോലെ WBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ അതൊന്നും വിശദമായി നിങ്ങൾക്ക് പഠിക്കാനില്ല. അങ്ങനെ RBCയുടെയും അതായത് റെഡ് ബ്ലഡ് സെൽസിൻ്റെയും അതുപോലെ നെർവ്സിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. ഈ വൈറ്റമിൻ ഇ ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് അടങ്ങിയിരിക്കുന്നത്? വെജിറ്റബിൾ ഓയിൽസിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനായ വൈറ്റമിൻ ഇ നെർവ്സിൻ്റെയും റെഡ് ബ്ലഡ് സെൽസിൻ്റെയും ഹെൽത്തിന് സഹായിക്കുന്നു. അതുപോലെ വെജിറ്റബിൾ ഓയിൽസിലാണ് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത്. അടുത്ത 4ാമത്തെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെയുടെ ഫംഗ്ഷൻ എന്താ? ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇൻ വൂൺസ്. മുറിവുകൾ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. മനസ്സിലായോ? ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇൻ വൂൺസ്. ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നത്? കേബേജ്, അമരാന്തസ്, കോളിഫ്ലവർ. കേബേജ്, ചീര, കോളിഫ്ലവർ
ഇതിലൊക്കെയാണ് വൈറ്റമിൻ കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. അതുപോലെ ഇവ ഓരോന്നും അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഈ വൈറ്റമിൻസിൻ്റെ ഫങ്ഷൻസ് എന്താണ്? അത് മനസ്സിലായല്ലോ. ഇത് ഞാൻ പ്രത്യേകം നോട്ട്സായിട്ട് തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ വൈറ്റമിനും അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, ആ വൈറ്റമിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഇനി ഇവ ഓരോന്നിൻ്റെയും കുറവ് കൊണ്ടുണ്ടാകുന്ന ഡിസീസ് കൂടി പഠിക്കുമ്പോൾ ഒരു വൈറ്റമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും പറയാൻ കഴിയും. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ സൊല്യൂബിൾ ഇൻ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ബി ആൻഡ് സി. ഒന്നാമത്തേത് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ ഫങ്ഷൻ എന്താ? യൂട്ടിലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ഇൻ ദ ബോഡി, ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ഹെൽത്ത് ഓഫ് സ്കിൻ. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നല്ല രീതിയിൽ ബോഡിയിൽ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ ബി വേണം. അതുപോലെ ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു RBC റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷനും അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനും വൈറ്റമിൻ ബി അത്യാവശ്യമാണ്. മനസ്സിലായോ? വൈറ്റമിൻ ബിയുടെ ഫങ്ഷൻ യൂട്ടിലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ഇൻ ദ ബോഡി, ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ഹെൽത്ത് ഓഫ് സ്കിൻ. ഏതിലാണ് വൈറ്റമിൻ ബി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്? ബ്രാൻ ഓഫ് സിറിയൽസ്, എഗ്, മിൽക്ക്, ടാരോ ലീവ്സ്. ധാന്യങ്ങളുടെ തവിട്. ബ്രാൻ എന്ന് വെച്ചാൽ തവിടാണ്. ബ്രാൻ ഓഫ് സിറിയൽസ്, എഗ്, മിൽക്ക്, ടാരോ ലീവ്സ്, ചേമ്പില. അപ്പോൾ ഇതിലാണ് വൈറ്റമിൻ ബി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ തവിടിലാണ് അടങ്ങിയിരിക്കുന്നത്, ബ്രാൻ ഓഫ് സിറിയൽ. അടുത്ത വൈറ്റമിൻ സി. ഹെൽത്ത് ഓഫ് ദ സ്കിൻ, ടീത്ത്, ഗം ആൻഡ് ബ്ലഡ് സെൽസ്. സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് പല്ല്, മോണ, അതുപോലെ ബ്ലഡ് സെൽസ്, ഇവയുടെ എല്ലാം ആരോഗ്യത്തിന് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. വൈറ്റമിൻ സിയിൽ നിന്നും ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹെൽത്ത് ഓഫ് ഗം, അല്ലേ? ഗം, മോണയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ എ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്? ഫ്രൂട്ട്സ്, ഗൂസ്ബെറി, മുരിങ്ങ ലീവ്സ്, പപ്പായ. ഫ്രൂട്ട്സ് പഴങ്ങളിൽ, ഗൂസ്ബെറി നെല്ലിക്ക, മുരിങ്ങ ലീവ്സ് മുരിങ്ങയില, പപ്പായ, ഇതിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും. നാരങ്ങ, ഓറഞ്ച്, അങ്ങനെ പുളിപ്പുള്ള പഴങ്ങൾ, അതിലാണ് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്, ഓറഞ്ചിലും നാരങ്ങ. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് ആണ് വൈറ്റമിൻ സി. യെല്ലോ ഫ്രൂട്ട്സ് ആണ് വൈറ്റമിൻ എ. ഇതൊന്നും ടെക്സ്റ്റിലുള്ളതല്ല, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തരുന്നതാണ്. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാലും ഏതൊക്കെ ഫ്രൂട്ട്സിലാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സാണ് സിട്രസ് ഫ്രൂട്ട്സ്. അതുകൂടാതെ ഏതാണ്? ഗൂസ്ബെറി, മുരിങ്ങ ലീവ്സ്, പപ്പായ, എക്സെട്ര. അപ്പോൾ 2 ടൈപ്സ് ഓഫ് വൈറ്റമിൻസ് പഠിച്ചു. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്, വൈറ്റമിൻസ് ബി ആൻഡ് സി. ഇവ അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? അവയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഹെൽത്ത് ഹസാർഡ്സ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കോസസ് ഹെൽത്ത് പ്രോബ്ലംസ് ടു ദ ഐസ്, സ്കിൻ ആൻഡ് ഹെയർ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് കണ്ണിനും സ്കിന്നിനും ഹെയറിനുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് എ പേഴ്സൺ സഫറിംഗ് ഫ്രം ഇൽ ഹെൽത്ത് ഓഫ് ദ ഗംസ്? മോണയ്ക്ക് ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾ അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചു വൈറ്റമിൻ സി ആണ് പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ്, ഗൂസ്ബെറീസ്, മുരിങ്ങ ലീവ്സ്, പപ്പായ, ഇതൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എന്ത് പറയാം? ഇൽ ഹെൽത്ത് ഓഫ് ഗമ്മീസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി ഇൻ ദ ഡയറ്റ്. വൈറ്റമിൻ സി റിച്ച് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഫ്രൂട്ട്സ്, ഗൂസ്ബെറീസ്, മുരിങ്ങ ലീവ്സ്, പപ്പായ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഇൻടേക്ക് ഓഫ് ഫാറ്റ് ഇൻ ദ ഫുഡ് ഈസ് വെരി ലോ? നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചില വൈറ്റമിൻസ് ഒക്കെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. അപ്പോൾ ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ
കിട്ടണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം? ആവശ്യത്തിന് ഫാറ്റ് വേണം. അപ്പോൾ എന്ത് പറയാം? സെർട്ടൈൻ വൈറ്റമിൻസ് ഡിസോൾവ് ഓൺലി ഇൻ ഫാറ്റ്. ടു ഗെറ്റ് ദീസ് വൈറ്റമിൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഇൻക്ലൂഡ് ഫാറ്റ്സ് ഇൻ അവർ ഡയറ്റ്. അതുമാത്രമല്ല, ഫാറ്റ് എന്തിനാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഫാറ്റിന് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഫാറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. വാട്ട് ആർ ദ വൈറ്റമിൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ? വാട്ടറിൽ ഡിസോൾവ് ആകുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി ആൻഡ് സി. അതുപോലെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും ഉണ്ട് അല്ലേ? വൈറ്റമിൻസ് എ, ഡി, ഇ ആൻഡ് കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻഫൻറ്റ്സ് ഹു ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഫുഡ് ഐറ്റംസ് ആർ എക്സ്പോസ്ഡ് ടു മൈൽഡ് സൺലൈറ്റ് ഫോർ എ ഷോർട്ട് ടൈം. വൈ? അതായത് ആഹാരമൊന്നും കഴിച്ചു തുടങ്ങാത്ത ഇൻഫൻസിന്, കുഞ്ഞുങ്ങൾക്ക് സൂര്യപ്രകാശം ഏൽപ്പിക്കുന്നത് നല്ലതാണ്. അതായത് മൈൽഡ് സൺലൈറ്റ്, നല്ല ചൂട് കൂടിയ സൺലൈറ്റ് അല്ല, രാവിലെയും വൈകുന്നേരവും ചൂട് കുറഞ്ഞ ഇളം സൺലൈറ്റ് പതിക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ശരീരത്തിൽ ഏൽപ്പിക്കുന്നത് നല്ലതെന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു, വൈറ്റമിൻ ഡി ഫുഡിൽ നിന്നല്ലാതെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചു തുടങ്ങാത്ത ഒരു കുട്ടിക്ക് അവരുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കണം. മനസ്സിലായോ? അപ്പോൾ എന്തു പറയാം? വൈറ്റമിൻ ഡി ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ എക്സ്പോഷർ ടു സൺലൈറ്റ്. ഇൻഫൻറ്റ്സ് ഹു ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഫുഡ് ഐറ്റംസ് ആർ എക്സ്പോസ്ഡ് ടു മൈൽഡ് സൺലൈറ്റ് ഫോർ എ ഷോർട്ട് ടൈം. മനസ്സിലായോ? വൈറ്റമിൻ ഡി സൺലൈറ്റിലൂടെയാണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. ആഹാരം കഴിച്ചു തുടങ്ങാത്ത ഒരു ഇൻഫൻസിന് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചു നേരം സൺലൈറ്റ് കിട്ടണം. ഇനി നിങ്ങൾ ഈ വീട്ടമ്മ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താ അവർ പറയുന്നത്? ഐ വാഷ് ദ വെജിറ്റബിൾസ് തറോലി ആഫ്റ്റർ ചോപ്പിംഗ് ആൻഡ് ദെൻ ഡ്രെയിൻ ഔട്ട് ദ വാട്ടർ. ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിക്കളയാറുണ്ട്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു വാഷ് വെജിറ്റബിൾസ് ആഫ്റ്റർ ചോപ്പിംഗ് ദം? വൈ? വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കഴുകി വെള്ളം ഊറ്റുന്നത് നല്ലതാണോ? നമുക്കറിയാം വെജിറ്റബിൾസിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ചില വൈറ്റമിൻസ് വാട്ടർ സൊല്യൂബിൾ ആണ് അല്ലേ, ജലത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ കുറേ വൈറ്റമിൻസ്, അതായത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ജലത്തിൽ ലയിച്ചു ചേരുകയും നമ്മൾ ആ വെള്ളം കളയുമ്പോൾ വൈറ്റമിൻസും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം? വെജിറ്റബിൾസ് ആദ്യം വാഷ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു വാഷ് വെജിറ്റബിൾസ് ആഫ്റ്റർ ചോപ്പിംഗ് ദം. വൈ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ത് പറയാം? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. സെർട്ടൈൻ വൈറ്റമിൻസ് ആർ വാട്ടർ സൊല്യൂബിൾ. വെൻ വി വാഷ് വെജിറ്റബിൾസ് ആഫ്റ്റർ ചോപ്പിംഗ് ദം ഇറ്റ് മേ ലൂസ് ദ വൈറ്റമിൻ കണ്ടന്റ് ഇൻ ദം. മനസ്സിലായല്ലോ? വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, അവ കുക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? വെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കുക്ക്ഡ് the vitamin C in them dissolves in steam. It goes out of the vessel with the steam. So it is better to cover the vessel while cooking them. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുക്ക് ചെയ്യുമ്പോൾ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിനായ വൈറ്റമിൻ സി സ്റ്റീമിൽ ലയിച്ചു ചേർന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് നഷ്ടപ്പെടാതിരിക്കാൻ പാത്രം അടച്ചു വെച്ച് വേണം വേവിക്കാൻ. മനസ്സിലായോ? അപ്പോൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ വെസൽ കവർ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? When fruits and vegetables are cooked, vitamin C in them dissolve in steam. It goes out of the vessel with the steam. So it is better to cover the vessel while cooking them. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻസിൽ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് അടുത്ത ന്യൂട്രിയൻ്റായ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൽ വൈറ്റമിൻസിനെ കുറിച്ചാണ്. വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ബോഡിയിൽ ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. വൈറ്റമിൻസും മിനറൽസും ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, എഗ് എക്സെട്ര. Vitamins and minerals are necessary for proper health and smooth functioning of bodily activities. അതിൽ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട്. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എ, ഡി, ഇ ആൻഡ് കെ ആണ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ബി ആൻഡ് സി. വൈറ്റമിൻ എ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ഐസ്, ഹെയർ, സ്കിൻ അല്ലേ? വൈറ്റമിൻ ഡി എന്താണ്? ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ടീത്ത്. വൈറ്റമിൻ ഇ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ നെർവ്സ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് അല്ലേ? വൈറ്റമിൻ കെയോ ഫോർ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇൻ ദ വൂൺസ്. ഇനി വൈറ്റമിൻ ബി എന്തിനാണ്? വൈറ്റമിൻ ബി ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ. പിന്നെന്താ? റെഡ് ബ്ലഡ് സെൽസ് ഫോർമേഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. വൈറ്റമിൻ സി ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ,
ടീത്ത്, ഗം ആൻഡ് ബ്ലഡ് സെൽസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി മിനറൽസും ബാക്കിയുള്ള കാര്യവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആ ക്ലാസ്സും ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.